ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ടൗണിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ വിഷുവൊക്കെ അല്ലേ, അപ്പോൾ കുറച്ച് പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇവർക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. നമ്മളിങ്ങനെ ഹസ്ബൻഡിനെ വെയിറ്റ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ കുളി കഴിഞ്ഞിട്ട് ആൾ ഉറങ്ങിയിട്ടൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഉറങ്ങുമായിരിക്കും. അപ്പോൾ ഹസ്ബൻഡ് വണ്ടി നിർത്തിയിട്ട് എവിടെയോ പോയിട്ടുണ്ട്, അവിടെ ഒരു ഷോപ്പിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇവള് എവിടെ പോയെന്ന് ഇങ്ങനെ നോക്കുന്നുള്ളതാണ്. കിയാര ടാറ്റാക്ക് കൺമശിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് എന്തോ പോലെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ റോഡിലേക്ക് ഇപ്പൊ പോവാൻ നല്ല അടിപൊളിയാണ്. ഇവളിതാ നല്ല ഉറക്കത്തിലാണ്, കുറേ നേരമായി ഉറങ്ങുന്നത്. അപ്പോൾ നമ്മൾ ടൗണിലെത്തി. അപ്പോൾ ഇവള് ആദ്യമായിട്ടാണ് ഞങ്ങളിങ്ങനെ നടന്നു പോകുമ്പോൾ ഉറക്കത്തിലുള്ളത്. അല്ലെങ്കിൽ ആൾ ഫുൾ ടൈം ആക്റ്റീവാണ്. അപ്പോൾ ഞാനിങ്ങനെ ഹസ്ബൻഡിനോട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ പോയത് ഫാത്തിമ ഡ്രസ്സസിലേക്കായിരുന്നു, കാസർഗോഡിലുള്ള. അപ്പോൾ അവിടെ നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഇടയ്ക്ക് വീഡിയോസൊക്കെ കാണാറുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് അങ്ങോട്ട് പോയതാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നുള്ളത് മാൾ ഓഫ് കാസർഗോഡിലേക്കാണ്. അപ്പോൾ അവിടെ നിന്ന് ഹസ്ബൻഡിനും ഒക്കെ പർച്ചേസ് ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരെ പാൻ UK പോയി. നമ്മൾ ആദ്യമായിട്ടാണ് ഇവിടേക്ക് വരുന്നത്. ഇത് പുതിയ ഷോപ്പുമാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഞാനിവർക്ക് ഇങ്ങനെ കുറച്ച് വെള്ളം കൊടുക്കാമെന്ന് വിചാരിക്കുന്നുള്ളതായിരുന്നു. പക്ഷെ ഇവൾ വെള്ളമൊന്നും കുടിക്കുന്നില്ല. ഫുള്ള് അവിടെ മറക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഫുള്ള് ജെൻസും പിന്നെ ബോയ്സിൻ്റെ മാത്രമാണ് ഇവിടെ കളക്ഷൻസ് ഉള്ളത്. അപ്പോൾ നല്ല അടിപൊളി കളക്ഷൻസൊക്കെയാണ്. ജെൻസിനായാലും നല്ല അടിപൊളി ഷർട്ട്സൊക്കെ ഉണ്ട്. ഹസ്ബൻഡ് ഓരോന്നിട്ട് ട്രൈ ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഈ ഇട്ടിരിക്കുന്ന ഷർട്ടാണ് എടുത്തത്. അപ്പോൾ എനിക്കെന്തായാലും അത് ഇഷ്ടപ്പെട്ടു, ഹസ്ബൻഡിനും ഇഷ്ടപ്പെട്ടു. അവിടെ നിന്ന് പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ ഇറങ്ങി. പിന്നെ നമ്മൾ അവിടുന്ന് ഫുഡ് കഴിക്കാൻ വന്നു. അപ്പോൾ നമ്മൾ വന്നത് ഓഷ്യൻ സീ ഫുഡ് റെസ്റ്റോറൻറ്റിലേക്കാണ്. പിന്നെ ഇവിടുന്ന് ചോറാണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. ചോറിൻ്റെ ഒന്നിച്ച് ഫിഷ് ഐറ്റംസും. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇവിടുത്തെ. അപ്പോൾ ഹസ്ബൻഡ് ആദ്യം ഇരിക്കുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ ഹസ്ബൻഡും ഇരുന്നു. നമ്മളൊന്നിച്ചാണ് കഴിച്ചത്. ഓളെ അടുത്ത് ചേച്ചി എടുത്തോണ്ട് പോയി. പിന്നെ നമ്മൾ അവിടുന്ന് തിരിച്ച് വരുന്നുള്ളതാണ്. അപ്പോൾ തിയേറ്ററൊക്കെ പൂട്ടിയ കഥയൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വരുന്നുള്ളതാണ്. അപ്പോൾ കണ്ണേട്ടന് പുതിയൊരു ഷോപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടേക്ക് പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോയി. ആ ഷോപ്പിൻ്റെ അവിടം വരെ എത്തി. പക്ഷേ അവർ വേറൊരു ഫങ്ഷനിലായതുകൊണ്ട് ഷോപ്പ് ഓപ്പൺ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകുന്നുള്ളതാണ്. അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ബായ്.